സമ്മതിച്ചു. പ്രായവന് നൂറാങ്കോലി കളിക്കേണ്ട പ്രായം അത്. ആ തങ്കത്തോട് പറഞ്ഞൊരു കുപ്പിപ്പാലും കൂടി മേടിച്ചു കൊടുക്കാൻ പറ. പിഞ്ചു മനസ്സാ അവൻ്റെത്. അവനും മോളും കൂടെ കളിക്കുന്നതിന് നമുക്കെന്ത്? അവനായി, അവന്റെ വീടായി, അവന്റെ മുറ്റമായി, മോളായി, നമുക്കെന്ത്? അല്ല എന്നാലും ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ജോലിക്ക് പോയി ഒരു ഉത്തരവാദിത്തമൊക്കെ വേണ്ടേ? എടാ അവൻ ജോലിക്ക് പോയില്ലെങ്കിൽ നീയാണോ അവർക്ക് ചെലവിന് കൊടുക്കുന്നത്? അല്ലല്ല, കുടുംബം ഇല്ലാത്ത നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവും. അല്ല പെണ്ണും കെട്ടിയിട്ട് വീട്ടിലെ കല്ല് കളിച്ചിരുന്നാ മതിയെങ്കിൽ ഞാനും കെട്ടിയാണ് എന്നേ ഒരു പെണ്ണ്. അതെ മക്കള് കളിക്ക് പെണ്ണം കണ്ട. അതെ കളി ജയിച്ചാ ഡാഡി എന്താ മേടിച്ചു തരണം? എനിക്കാ എന്നെ വീഗാലാൻഡിൽ കൊണ്ടുപോവോ? അയ്യോ വീഗാലാൻഡൊക്കെ ഭയങ്കര ദൂരം. വേറെ എന്തെങ്കിലും പറയേ. ശരി അത് വേണ്ട, എനിക്കൊരു സൈക്കിൾ വാങ്ങിച്ചു തരുമോ? സൈക്കിൾ മേടിച്ചു തരാം. കളിക്ക് സൈക്കിൾ മേടിച്ചു. ഓ വാങ്ങി തരാം മക്കളെ. ഇന്നേ ഡാഡി ഈ കളി ജയിച്ച് എനിക്ക് സൈക്കിൾ വാങ്ങി തരുമെന്ന്. അല്ല ചേച്ചി ഇവനെന്താ ലോട്ടറി അടിച്ചോ? മോൾക്ക് സൈക്കിൾ മേടിച്ചു കൊടുക്ക. ലോട്ടറി അടിച്ചെങ്കിൽ അവനൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ അവർക്ക്. അതെ മക്കളെ നമുക്കിന്ന് വൈകിട്ട് ബാഹുബലി കാണാൻ പോയാലോ? അയ്യോ ഡാഡി ബാഹുബലി അല്ല ബാഹുബലി. എന്ത് ബലിയായാലും നമുക്ക് പോയാലോ വൈകിട്ട്? അമ്മൂമ്മ വരുന്നാന്ന് ചോദിക്കും. നമ്മൾ ബാഹുബലി കാണാൻ പോവേണ്. വരുന്നാ? അയ്യോ ഞാൻ വരുന്നില്ല മക്കളെ, ഭയങ്കര തിരക്കാ അവിടെ. എടാ തിയേറ്ററിലെ ഭയങ്കര തിരക്കാ, ടിക്കറ്റ് കിട്ടില്ല. നീ വെറുതെ കുട്ടിയെ മോഹിപ്പിക്കല്ലേ? അതെ അമ്മാവാ ക്ലീറ്റസ് വിളിച്ച് പറഞ്ഞാ ഏത് തിയേറ്ററിൽ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ടിക്കറ്റ് കിട്ടാൻ അറിയില്ല അല്ലേ? അയ്യോടാ ഞാനത് മറന്നു. എന്റെ അമ്മായിയപ്പന്റെ ആണല്ലോ തിയേറ്ററിലെ. പതുക്കപ്പോ ഞാൻ വിചാരിച്ച പാമ്പ് കയറിയെന്ന്. പൊന്നെ ഇന്നലെ ഞാൻ മാല കാണിച്ചു തന്നില്ലേ, അത് കാണാനില്ല ഇപ്പോ. നീ എവിടെയെങ്കിലും കൊണ്ട് വെച്ചേ നേരെ നോക്കി അങ്ങോട്ട്. എവിടെ വെച്ചത്? ഞാൻ ആ അലമാരിയിൽ ചുമന്ന സാരിയുടെ ഇടയില സാധനം എങ്ങനെയാണെങ്കിൽ ആ ബാങ്കിൽ നിന്ന് എടുത്തു പറഞ്ഞിട്ട് ഒരാവശ്യമില്ല. എന്തുമാത്രം സ്വർണം കൈകാര്യം ചെയ്ത വീടായത്. ഇന്ന് വരെ ഒരുപാടോടെ സ്വർണം ഇവിടുന്ന് പോയിട്ടില്ല. അതാ ഞാനും പറയുന്നത്. കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്നാ പ്രമാണം. നീ എല്ലാ സ്ഥലത്തും ഒന്ന് പോകും. ശരി. ഈ മണ്ടനെ കൊണ്ട് ഞാൻ തോറ്റ്. ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതാ, ഉടനെ അവൻ കുടത്തിൽ തപ്പാൻ പോണു. കൊച്ചിന്റെ മോളെ ഇതിനകത്തുണ്ടോ നോക്കട്ടെ. എവിടെയോ ആരോ എടുത്തിട്ട് പോയിട്ടുണ്ട്. അത് ക്ലീറ്റസ് എടുത്തിട്ടുണ്ടാവും. ചോദിച്ചു നോക്ക്. അതെ മോളുടെ അലമാരയിലൊന്നുമില്ല. നീ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞു. ഒരു സാധനം സൂക്ഷിക്കരുത്. ക്ലീറ്റോ പറ്റിക്കാതെ താ ക്ലീറ്റോ. തങ്ക നീ എന്തുവാടി പറയുന്നേ? ഞാനും മോളും കൂടെ പുറത്ത് കളിച്ചോണ്ടിരിക്കല്ലായിരുന്നോ? മക്കള് കണ്ട അമ്മയുടെ സ്വർണം അവിടെ കാണും ഇരിക്കുന്നത്. എങ്ങനെ കൊച്ചു കാണുന്ന അവിടുത്തെ പിന്നെ അവള് കാണുമോ? അമ്മാവാതെ ആവശ്യമില്ലാതെ കുടുംബാലം ഉണ്ടാക്കരുത്. എടി ഇന്നലെ കാലത്ത് നീ എന്നെ അത് കാണിച്ചു, എന്നിട്ട് തിരിച്ച് നീ അലമാരിക്കകത്ത് വെച്ചു പൂട്ടി താക്കോല് നീ എടുത്തില്ലയോ? അത് അവൻ കണ്ടില്ലയോ? അപ്പൊ അവൻ തന്നെ എടുത്തു. എടാ ഈ തറവാട്ടിൽ നിന്ന് ഒരു സാധനം കളവ് പോയാൽ അത് നീ അല്ലാതെ വേറെ ആരും എടുക്കില്ല. അങ്ങനെയാണ് എന്നെ കുറ്റപ്പെടുത്തണമെങ്കിൽ ഇവിടെ വേറെ ആൾക്കാരുണ്ട്, വന്നവരും പോയവരും ഒക്കെ. ആര്? ഓ വന്നവരെന്ന് നീ ഉദ്ദേശിച്ച തന്നെയോ? എടാ എനിക്കൊന്നും നിങ്ങളുടെ ഒരു സ്വർണം വേണ്ട. എപ്പോഴും കയ്യിലുള്ള നിങ്ങൾക്ക് ഞാൻ എടുത്തു തന്നിട്ട് അവൻ ആവശ്യം ഉണ്ടെങ്കിൽ എനിക്കറിയാം അവന് പണം കൊടുക്കാൻ. അവനങ്ങനെ മോട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാ ഇവിടുന്ന്